നമസ്കാരം. മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയെയും പ്രഥമ വനിത മിഷേൽ ഒബാമയെയും വംശീയമായി അധിക്ഷേപിക്കുന്ന ഒരു വീഡിയോ പങ്കുവച്ച് ട്രംപ്. സോഷ്യൽ മീഡിയയിൽ നിമിഷനേരം കൊണ്ട് വൈറലായി ഈ വീഡിയോ മാറുകയും ചെയ്തു. ഈ കുരങ്ങൻ വീഡിയോ അമേരിക്കയിൽ ഒരു വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ഒബാമ ദമ്പതികളുടെ ചിരിക്കുന്ന മുഖങ്ങൾ കുരങ്ങുകളുടെ ഉടലിൽ തുന്നിച്ചേർത്ത ഭീകരമായ ഈ ദൃശ്യങ്ങൾ ട്രംപ് തന്റെ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അമേരിക്ക ഞെട്ടി. അതും വെറുമൊരു വീഡിയോയല്ല. 2020 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നുവെന്ന ട്രംപിന്റെ സ്ഥിരം ആരോപണങ്ങൾ ആവർത്തിക്കുന്ന ഒരു വലിയ വീഡിയോയുടെ ക്ലൈമാക്സ് രംഗത്താണ് ഈ അധിക്ഷേപം അവർ തിരികെ കയറ്റിയത്. പശ്ചാത്തലത്തിൽ ദി ലയൺ സ്ലീപ്സ് ടുനൈറ്റ് എന്ന ഗാനവും കൂടി ചേർത്തപ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് ഇതൊരു തമാശയായി തോന്നിയേക്കാം. പക്ഷേ ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർക്കും കറുത്ത വർഗ്ഗക്കാർക്കും ഇത് വെറും ഒരു തമാശയല്ല. പതിറ്റാണ്ടുകളായി തങ്ങളെ അവഹേളിക്കാനും മനുഷ്യരായി പോലും പരിഗണിക്കാതെ താഴ്ത്തിക്കെട്ടാനും ഉപയോഗിക്കുന്ന ഏറ്റവും വൃത്തികെട്ട വംശീയ അധിക്ഷേപത്തിന്റെ പ്രതീകമാണത്. കുരങ്ങുകളുമായി കറുത്ത വർഗ്ഗക്കാരെ താരതമ്യം ചെയ്യുന്നത് ചരിത്രപരമായി തന്നെ ഒരു വലിയ പാതകമാണെന്ന് പറയേണ്ടതില്ലല്ലോ. എന്തായാലും വിമർശനങ്ങൾ ഇരമ്പിയാർത്തപ്പോൾ പതിവ് പോലെ ഷോയുമായി വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് രംഗത്തെത്തി. അയ്യോ, ഇതൊരു ഇന്റർനെറ്റ് മീം മാത്രമാണ്, ഇതിൽ വംശീയതയൊന്നുമില്ല എന്നായിരുന്നു അവരുടെ വാദം. ട്രംപിനെ കാട്ടിലെ രാജാവായും ഡെമോക്രാറ്റുകളെ ലയൺ കിങ് സിനിമയിലെ കഥാപാത്രങ്ങളായും ചിത്രീകരിക്കാനാണ് വീഡിയോ ശ്രമിച്ചതത്രേ. ഈ പ്രതിഷേധങ്ങളൊക്കെ വ്യാജരോഷം മാത്രമാണെന്നും അവർ ആരോപിച്ചു. ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് വംശീയാധിക്ഷേപം നടത്തുമ്പോൾ അതിനെ ഒരു മീം എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്നത് എത്രത്തോളം വിചിത്രമാണെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ അമേരിക്കൻ ജനതയും ഡെമോക്രാറ്റിക് നേതാക്കളും അത്ര പെട്ടെന്ന് ഇത് വിഴുങ്ങാൻ തയ്യാറായില്ല. ട്രംപിന്റെ നടപടിക്കെതിരെ കനത്ത പ്രതിഷേധമാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നത്. മുമ്പും ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒബാമയെ അറസ്റ്റ് ചെയ്യുന്ന വ്യാജ ചിത്രങ്ങൾ ട്രംപ് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇതൊരു തമാശയായി പലരും കണ്ടു. എന്നാൽ അതിനേക്കാളേറെ ഒരു വംശീയമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന തരത്തിലേക്കാണ് ട്രംപ് ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മുൻ പ്രസിഡന്റിനെയും പ്രഥമ വനിതയെയും ഇത്രയും തരം താഴ്ന്ന രീതിയിൽ വംശീയമായി കടന്നാക്രമിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഇത് വെറും ഒരു രാഷ്ട്രീയ പോരല്ല, അമേരിക്കയുടെ ധാർമ്മിക മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്ന നടപടിയായിട്ടാണ് പലരും ഇതിനെ കാണുന്നത്. ട്രംപിന്റെ നടപടിക്കെതിരെ ഡെമോക്രാറ്റിക് നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം കാലിഫോർണിയ ഗവർണർ പറയുന്നത് ഈ പ്രവൃത്തി അങ്ങേയറ്റം അറപ്പുളവാക്കുന്നതാണ് എന്നാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ പോലും ഈ നടപടിയെ തള്ളിപ്പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹക്കീം ജെഫ്രീസ് പറഞ്ഞിരിക്കുന്നത് വംശീയതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്ന നടപടിയാണിതെന്നാണ്. മുൻപും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒബാമ ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ഒരു മുൻ പ്രസിഡന്റിനെതിരെ ഇത്രയും തരം താഴ്ന്ന രീതിയിലുള്ള വംശീയ കടന്നാക്രമണം ഇതാദ്യമായിട്ടാണ് നടത്തുന്നത്.